വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാദമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കോമൺ ഹ്യൂമൻ ഡിസീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ മലേറിയ വരെ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ് എന്ന രോഗത്തെ കുറിച്ചാണ്. എന്താണ് എലഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് വെച്ചാൽ? മലയാളത്തിൽ ഇതിന് മന്ത് രോഗം എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? മന്ത് രോഗം. അപ്പൊ എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കൂ, ഈ ഡയഗ്രാം നോക്കൂ. നമ്മുടെ അരയ്ക്ക് താഴോട്ടുള്ള നമ്മുടെ കാലിന്റെ ഭാഗങ്ങളും കാലിന്റെ തൊടയുടെ ഭാഗങ്ങളും കാലിന്റെ പാദവും വിരലിന്റെ ഒക്കെ ഭാഗത്തൊക്കെ നോക്കൂ, ബൾജ് ചെയ്ത് നീര് വെച്ച പോലെ ഇങ്ങനെ വീർത്ത് ഇരിക്കുന്നില്ലേ? ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്, ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഗത്തിനാണ് എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അസുഖം നമുക്ക് വരുന്നത്? എന്തുകൊണ്ടാണ് വരുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ്? എലഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബോഡിയിൽ നിങ്ങൾക്കറിയാം, ലിംഫ് എന്ന് അറിയാം അല്ലെ? ലിംഫ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെ? നമ്മുടെ ബോഡിയിലുള്ള രണ്ട് സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡിൽ ഒരെണ്ണമാണ് ലിംഫ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ബോഡിയിൽ ഈ ബ്ലഡ് വെസൽസ് ഉള്ളതുപോലെ തന്നെ ലിംഫുകൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിംഫ് വെസൽസും ഉണ്ട്. എന്താണ് ലിംഫ് വെസൽസിലുള്ളത്? പ്രധാനമായിട്ടും ആന്റിബോഡീസ് ഒക്കെയാണ് നമുക്ക് ലിംഫിലൂടെ അല്ലെങ്കിൽ ലിംഫ് വെസൽസിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലിംഫ് വെസൽസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. വിശദമായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി എന്നുള്ള ഭാഗം എത്തുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഈ ലിംഫ് വെസൽസ് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ലിംഫ് വെസൽസ് കാണപ്പെടുന്നത് നമ്മുടെ കാലിന്റെ തൊടയുടെ ഭാഗത്താണ്, അല്ലെങ്കിൽ അരയ്ക്ക് താഴെയുള്ള കാലിന്റെ തൊടയുടെ ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ലിംഫാറ്റിക് വെസൽസ് കാണുന്നത്. അപ്പോ ഇതിന് കാരണമാവുന്ന, ഈ എലഫന്റിയാസിസിന് കാരണമാവുന്ന വിച്ചറേറിയ ബാങ്ക്രോഫ്റ്റി അല്ലെങ്കിൽ വിച്ചറേറിയ മലൈ എന്ന് പറയുന്ന രണ്ട് ഫൈലേറിയൽ വേംസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും സർക്കുലേഷനിലൂടെ അല്ലെങ്കിൽ ലിംഫാറ്റിക് സർക്കുലേഷനിലൂടെ ഇവര് നമ്മുടെ ലിംഫാറ്റിക് വെസൽസിൽ ചെന്നിരിക്കും. അപ്പൊ നമുക്കറിയാം, പാത്തോജൻസിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമുക്കറിയാം, ഈ ഓരോ പാത്തോജൻസിനും നമ്മുടെ ബോഡിയിൽ വന്നിരിക്കാൻ ഇഷ്ടമുള്ള കുറെ സ്ഥലങ്ങളുണ്ടാവും. ചിലർക്ക് ത്രോട്ട് ആവാം, ചിലർക്ക് ബ്ലഡ് വെസൽസിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നതാവാം. അപ്പൊ അങ്ങനെ പല പാത്തോജൻസിനും നമ്മുടെ ബോഡിയിൽ വന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ ഭാഗങ്ങളുണ്ടാവും. അതില് ഈ എലഫന്റിയാസിസിന് കാരണമാവുന്ന വിച്ചറേറിയ വിഭാഗത്തിൽപ്പെടുന്ന ഫിലേറിയൽ വേംസിന് ഏറ്റവും ഇഷ്ടം ഈ ലിംഫാറ്റിക് വെസൽസിൽ വന്നിരിക്കാനാണ്. അപ്പോ ലിംഫാറ്റിക് വെസൽസ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? നമ്മുടെ കാലിന്റെ തൊടയുടെ ഭാഗത്താണ്. അപ്പൊ അവിടെയുള്ള ലിംഫാറ്റിക് വെസൽസിൽ ഈ വേംസ് വന്നിരിക്കുകയും ആ വേംസ് വന്നിരുന്ന് പെരുകി എണ്ണം കൂടി ആ ലിംഫാറ്റിക് വെസൽസ് ബ്ലോക്ക് ആവും. അപ്പൊ അങ്ങനെ ബ്ലോക്ക് ആയി കഴിയുമ്പോൾ നോക്കൂ, നമ്മുടെ കാലിന്റെ ആ ഭാഗമൊക്കെ, ഗ്രോയിൻ ഭാഗവും എന്ന് വെച്ചാൽ നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഭാഗങ്ങളും കാലിന്റെ തൊടയുടെ ഭാഗവും ഒക്കെ, കാലിന്റെ ഈ ഭാഗം ഇവിടെ ഈ ഭാഗമൊക്കെ എന്ത് ചെയ്യുന്നു? നീര് വെച്ച് വീർത്ത് വെച്ച് വരും. അതായത് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ബ്ലോക്കായി ആ ടിഷ്യൂ അല്ലെങ്കിൽ ലിംഫാറ്റിക് വെസല്, ഇങ്ങനെയുള്ള ലിംഫാറ്റിക് വെസല് ബ്ലോക്ക് ആകുകയും ലിംഫ് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഇതിങ്ങനെ വീർത്ത് വരികയാണ്. ഈ ഒരു കണ്ടീഷന് നമ്മളൊരു വേറൊരു പേരും കൂടെ പറയും, ലിംഫ് ഇഡിമ എന്നും കൂടി പറയും. ലിംഫ് ഇഡിമ എന്നും കൂടി പറയും. ഈ ഉണ്ടാവുന്ന ഈ ഒരു ലക്ഷണത്തിന്, ഈ ഒരു കണ്ടീഷൻ, അതായത് കാല് ഒക്കെ അല്ലെങ്കിൽ ലിംഫാറ്റിക് വെസൽസ് നീര് വെച്ച് വരുന്ന അല്ലെങ്കിൽ വീർത്ത് വരുന്ന ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ലിംഫ് ഇഡിമ എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ലിംഫ് ഇഡിമ ആണ് ശരിക്കും പറഞ്ഞു ഇതിന്, ഈ ഒരു ലക്ഷണത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ലിംഫിഡിമ എന്നാണ്. കാരണം ലിംഫ് ഇതിലൂടെയുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിംഫ് ഈ വേംസ് വന്നിരിക്കുന്ന അനുസരിച്ച് ഇത് ബ്ലോക്ക് ആകുകയും, അങ്ങനെ ബ്ലോക്ക് ആവുന്നതനുസരിച്ച് ആ ഭാഗം മുഴുവൻ എന്ത് ചെയ്യും? ഇങ്ങനെ വീർത്ത് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ എലഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. നോക്കൂ, എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്, അതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹു ഇസ് ദ കോസേറ്റീവ് ഏജന്റ്. ആരാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്? കോസേറ്റീവ് ഏജന്റ് ആരാണ്? നമ്മൾ പറഞ്ഞു, വിച്ചറേറിയ എന്ന് പറയുന്ന ഒരു ഫൈലേറിയൽ വേം വിഭാഗത്തിൽപ്പെടുന്ന രണ്ടുപേരാണ്. വിച്ചറേറിയ, അതിൽ നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്. രണ്ട് സ്പീഷീസുകളാണ് കോമൺ ആയിട്ട് ഈ രോഗം ഉണ്ടാക്കുന്നത്. വിച്ചറേറിയ ബാങ്ക്രോഫ്റ്റി
ഏതാണ്? വിച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആൻഡ് വിച്ചറേറിയ മലയി. വിച്ചറേറിയ ബാങ്ക്രോഫ്റ്റി എന്നും വിച്ചറേറിയ വലയി എന്ന് പറയുന്ന രണ്ട് സ്പീഷീസിലുള്ള ഫൈലേറിയൽ വേംസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ഫൈലേറിയൽ വേം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊന്നും ഈ അസുഖം നമുക്ക്, അല്ലെങ്കിൽ ഈ അസുഖമോ അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷണമോ നമ്മളിൽ ഉണ്ടാവില്ല. സോ ദിസ് ഈസ് എ സ്ലോലി പ്രോഗ്രസീവ് അല്ലെങ്കിൽ സ്ലോലി ഡെവലപ്പിംഗ് ഡിസീസ് ആണ്. എന്താണ്? വളരെ സാവകാശം, വളരെ പതുക്കെ ഉണ്ടായി വരുന്ന ഒരു അസുഖമാണ് എലഫന്റിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് ഇത് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചോന്നോ അല്ലെങ്കിൽ നമുക്ക് രോഗം ഉണ്ടാവുമോ എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എലഫന്റിയാസിസ് എന്ന് പറയുന്നത് സ്ലോലി ഡെവലപ്പിംഗ് ഡിസീസ് ആണ് ആൻഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ്. ക്രോണിക് എന്തായിരിക്കും? ക്രോണിക് എന്ന് വെച്ചാൽ എന്താണ്? ഉടനെ ഒന്നും നമ്മൾ പെട്ടെന്നൊന്നും മരുന്നൊന്നും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പോകുന്ന അസുഖമല്ല, കുറെ നാളുകളിലേക്ക് നമ്മൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്കാണ്. എന്താണ് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ? ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗം നമുക്ക് വരികയും നമ്മൾ 2 വർഷക്കാലത്തോളം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചിട്ടും അതിലൊന്നും മാറ്റം ഇല്ലാതാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. സോ ക്രോണിക് എന്ന് വെച്ചാൽ സിംപ്ലി നമുക്ക് പറയാം എന്താണ്? ക്രോണിക് എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ്, കുറെ നാളുകളിലേക്ക് അല്ലെങ്കിൽ കുറെ വർഷങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? വിച്ചറേറിയ എന്ന് പറയുന്ന സ്പീഷീസുകൾ, വേംസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അസുഖം വരികയോ ഒന്നും ചെയ്യില്ല. വളരെ സാവകാശം മാത്രമായിരിക്കും ഇവന്മാര് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇവന്മാര് നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് നമ്മളതിനെ അതുപോലെ തന്നെ എന്താണ്? വളരെ പെട്ടെന്ന് ഈ രോഗം നമുക്ക് മാറുകയില്ല. ക്രോണിക് ഇൻഫ്ലമേഷൻ, കുറെ നാളത്തേക്ക് ഈ രോഗം നമുക്ക് നീണ്ടു നിൽക്കും. ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് ദ ഓർഗൻസ് ഇൻ വിച്ച് ദേ ലൈ ഫോർ മെനി ഇയേഴ്സ്. എന്ത് ചെയ്യും? ചിലപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് ഇവന്മാര് നമ്മുടെ രോഗം ബാധിച്ച സ്ഥലങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നു. Then usually നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു എവിടെയാണ് ഈ രോഗം വരുന്നത്? യൂഷ്വലി ദ ലിംഫാറ്റിക് വെസൽസ് ഓഫ് ദ ലോവർ ലിംബ്. ലിംഫാറ്റിക് വെസൽസ് ഓഫ് ലോവർ ലിംബ് നമ്മുടെ ലോവർ ലിംബിന്റെ ഭാഗത്താണ്. നമ്മുടെ കാലിന്റെ തുടയുടെയൊക്കെ ഭാഗത്തായിട്ട്, കാലുകളുടെ ഭാഗത്തായിട്ടാണ് ഈ അസുഖം നമുക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് കാലിന്റെ ഭാഗത്ത് മാത്രം വരുന്നത്? നമ്മുടെ ലെഗിന്റെ അല്ലെങ്കിൽ ലോവർ ലിംബ് ആണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ മോർ ലിംഫാറ്റിക് വെസൽസ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കാലിന്റെ ഭാഗത്തും തുടയുടെ ഭാഗത്തൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഭാഗത്താണ് ഈ വേംസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂഷ്വലി ദ ലിംഫാറ്റിക് വെസൽസ് ഓഫ് ലോവർ ലിംബ് ആൻഡ് ദ ഡിസീസ് ഈസ് കോൾഡ് എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രോഗം ബാധിക്കുന്നത് നമ്മുടെ ലോവർ ലിംസിന്റെ ലിംഫാറ്റിക് വെസൽസിലാണ്. കാരണം ലോവർ ലിംസിലാണ് കൂടുതലായിട്ട് നമുക്ക് ലിംഫാറ്റിക് വെസൽസ്, കുറേ ലിംഫാറ്റിക് വെസൽസ് ഉള്ളത്. ഇനി അത് കൂടാതെ ഇത് എന്തിനും കൂടി ബാധിക്കും? ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ലോവർ ലിംബിന്റെ ഭാഗത്ത് മാത്രമായിരിക്കില്ല, ആൻഡ് ഓൾസോ അവർ ജെനൈറ്റൽ ഓർഗൻസ്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെയും, മെയിൽസിലാണെങ്കിൽ സ്ക്രോട്ടം അല്ലെങ്കിൽ ടെസ്റ്റിസ് അല്ലെങ്കിൽ സ്ക്രോട്ടം, പെനിസ്, ഫീമെയിൽസിൽ വൾവ, വജൈന, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇത് ബാധിക്കുകയും ചെയ്യും. ആൻഡ് റിസൾട്ടിങ് ഇൻ ഗ്രോസ് ഡീഫോമിറ്റീസ്. എന്തായിരിക്കും? ആ അവയവങ്ങളുടെ രൂപം തന്നെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഓക്കെ, ഇത്തരമാണ് നമ്മൾ കോസേറ്റീവ് ഇതിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഓർക്കുക, യൂഷ്വലി ദ ലിംഫാറ്റിക് വെസൽസ്, ഈ രോഗം ബാധിക്കുന്ന എവിടെയാണ്? നമ്മുടെ ലിംഫാറ്റിക് വെസൽസിനെയാണ്. എവിടെയാ? ലോവർ ലിംബിന്റെ ലിംഫാറ്റിക് വെസൽസിനെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ദെൻ അത് കൂടാതെ അങ്ങനെ ലിംഫാറ്റിക് വെസൽസിനെ ബാധിക്കും. പിന്നീട് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ ജെനൈറ്റൽ ഓർഗൻസിനെ ബാധിക്കും. സ്ക്രോട്ടം, അതുപോലെ ടെസ്റ്റിസ്, അതിനെ കവർ ചെയ്തിട്ടുള്ള സ്ക്രോട്ടം, പെനിസ്, ദെൻ ഫീമെയിൽസിൽ വജൈന, അതർ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, ഈ ഭാഗത്തൊക്കെ ഇത് ബാധിക്കുകയും അതിന്റെയൊക്കെ രൂപം തന്നെ മാറിപ്പോവുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? അതായത് സാധാരണയായിട്ട് ഈ ഫൈലേറിയൽ വേം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് മൊസ്കിറ്റോയുടെ ബൈറ്റിംഗ് വഴിയാണ്. ഏത് മൊസ്കിറ്റോയാണ്? ഫീമെയിൽ മൊസ്കിറ്റോ. സോ ഫീമെയിൽ മൊസ്കിറ്റോ ഈസ് ദ വെക്ടർ. മൊസ്കിറ്റോ ആണ് വെക്ടർ. രോഗം പരത്തുന്ന ട്രാൻസ്മിറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത് ആരാണ്? ഫീമെയിൽ മൊസ്കിറ്റോ ആണ്. നമുക്കറിയാം ഫീമെയിൽ മൊസ്കിറ്റോ ഈഡിസ് ഉണ്ട്, അനോഫിലസ് ഉണ്ട്, ക്യൂലക്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പല തരത്തിലുള്ള മൊസ്കിറ്റോയും ഈ രോഗം പരത്താറുണ്ട്. പല രാജ്യങ്ങളിൽ, അതർ കൺട്രീസിലൊക്കെ അനോഫിലസ് ആയിരിക്കും ചില രാജ്യങ്ങളിൽ. അപ്പൊ പല ടൈപ്പ് ഓഫ് മൊസ്കിറ്റോസ്, ഫീമെയിൽ മൊസ്കിറ്റോസ് ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ സാധാരണ
സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഫീമെയിൽ മൊസ്കിറ്റോ ആണ്. ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോ ആണ് ഈ രോഗം ഇന്ത്യയിലൊക്കെ ഇത് കൂടുതലായിട്ടും ഈ രോഗം ഉണ്ടാക്കുന്നത്. നമ്മൾ മലേറിയ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ ഫീമെയിൽ മൊസ്കിറ്റോയുടെ ശരീരത്തിൽ ഉള്ള ഫൈലേറിയൽ വേം എന്ന് പറയുന്നത് ഈ മൊസ്കിറ്റോ വന്ന് നമ്മളെ വന്ന് ബൈറ്റ് ചെയ്യും. അപ്പൊ ബൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ വിച്ചർ ഏരിയയുടെ വേം നമ്മുടെ ബോഡിയിലേക്ക് വരികയും അങ്ങനെ ഇവന്മാര് വന്ന് സർക്കുലേഷനിലൂടെ വന്ന് നമ്മുടെ കാലിന്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ ലോവർ ലിംസിലുള്ള ലിംഫാറ്റിക് വെസൽസിന്റെ അടുത്ത് വരെത്തും. അങ്ങനെ ലിംഫാറ്റിക് വെസൽസിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റും, ഇവന്മാർ അവിടെ വളരാൻ തുടങ്ങും. സീ നോക്കൂ, ഇതിങ്ങനെ വരച്ചിരിക്കുന്നതാണ് ഉണ്ടോ, ഇതിലൂടെ ലിംഫാറ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം വന്നിട്ട് എന്ത് ചെയ്യും, ഈ പാരസൈറ്റുകളും വിച്ചറേറിയ പാരസൈറ്റ് ഇങ്ങനെ വരയ്ക്കാണ് വിച്ചറേറിയ പാരസൈറ്റുകൾ ഇങ്ങനെ ഈ ലോവർ ലിംബിൽ വന്നിരിക്കും. ഉണ്ടോ ഇങ്ങനെ വന്ന് എന്ത് ചെയ്യും, അവന്മാർ അവിടെ വന്ന് സ്റ്റേബിൾ ആയിട്ട് കടന്നുകൂടും. അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് കടന്നുകൂടി കഴിയുമ്പോഴത്തേക്കും ഇതിലൂടെ പാസ് ചെയ്യുന്ന ലിംഫ് ഫ്ലൂയിഡിന് അല്ലെങ്കിൽ ടിഷ്യൂ ഫ്ലൂയിഡിന് ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ പാസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ടിഷ്യൂ ഫ്ലൂയിഡ് ഇവിടെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ടിഷ്യൂ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ വെസല് വീർത്തു വരും. നോക്കൂ, ഉണ്ടോ, ഇത് ബൾജ് ചെയ്യും. അങ്ങനെ ബൾജ് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ഇപ്പൊ ഈ ടിഷ്യൂ ഈ നോക്കൂ കേട്ടോ, ഇതിങ്ങനെ വീർത്ത് ഇതൊക്കെ ഇങ്ങനെ വലുതാവും. ഇങ്ങനെ ബൾജ് ചെയ്ത് വന്ന് ഇങ്ങനെ വലുതായി വരും. അങ്ങനെ വലുതായി വരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ കാല് അല്ലെങ്കിൽ ലോവർ ലിംസിന്റെ സൈസും വലുതാവും. നോക്കൂ, ഉണ്ടോ, അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു കുഴപ്പത്തിലേക്ക് മാറും. കാലിന്റെ വെസല് ലിംഫാറ്റിക് വെസൽ വരുന്നതനുസരിച്ച് കാലിന്റെ വലിപ്പം കൂടി ഇങ്ങനെ നീര് വെച്ച് വീർത്ത് വരും. അതാണ് നമ്മൾ ഈ ലിംഫ് ഇഡിമ എന്ന് പറഞ്ഞത്. എന്താണ് ഇഡിമ എന്ന് വെച്ചാൽ, ഇഡിമ എന്ന് പറഞ്ഞാൽ നീരെന്നാണ് അർത്ഥം. ലിംഫ് നീര് വെച്ച് വരുന്നു എന്നാണ് ലിംഫ് ഇഡിമ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്. പതുക്കെ നോക്കൂ, നമ്മൾ പറഞ്ഞു ഗ്രോസ് ഡീഫോമിറ്റീസ് ഇൻ ദ ജെനൈറ്റൽ ഓർഗൻ. കണ്ടോ, നമ്മുടെ അരയ്ക്ക് താഴെ ജെനൈറ്റൽ ഭാഗത്തൊക്കെ റിപ്രൊഡക്റ്റീവ് ഭാഗത്തിന്റെ ഒക്കെ ഇത് എന്ത് ചെയ്യും, ഇത് സ്പ്രെഡ് ചെയ്ത് പോവുകയും ഇതിന്റെ ഗ്രോസ് ഡീഫോമിറ്റി ഈ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഒക്കെ രൂപം തന്നെ മാറിപ്പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്. അതപ്പോൾ നമുക്കിതൊരു ക്രോണിക് ഡിസീസ് ആണ്. കുറച്ച് നാളെടുത്തായിരിക്കും നമുക്കിത് മാറുകയൊക്കെ ചെയ്യുക. സാധാരണയായിട്ട് നമ്മൾ ആന്റി ഫൈലേറിയൽ ഡ്രഗ്സ് ഒക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫൈലേറിയൽ വേം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പതുക്കെ മാത്രമാണ് ഇവന്മാര് ഡെവലപ്പ് ചെയ്തു വരുള്ളൂ. സ്ലോലി ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ വളരെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ രോഗം ബാധിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എലഫന്റിയാസിസ് ഓർ ഫൈലേറിയാസിസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിംഗ് വേം എന്നുള്ള അസുഖത്തെ കുറിച്ചാണ്. റിംഗ് വേം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മലയാളത്തിൽ എന്താ പറയാ, പുഴുക്കടി എന്ന് പറയും, വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന അസുഖമാണ് റിംഗ് വേം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഈ ഡയഗ്രാംസ് നോക്കൂ. നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ്, തലച്ചോറിന്റെ അല്ലെങ്കിൽ തലയോട്ടിയുടെ സ്കല്ലിന്റെ ഭാഗത്ത്, സ്കാൽപ്പിന്റെ ഭാഗത്ത്, സ്കാൽപ്പില്, നമ്മുടെ ഹെയർ ഒക്കെ ഉള്ള സ്കിന്നില്, എന്താണ് ലോവർ ലിംസ് കീഴ്ത്താടിയുടെ ഭാഗത്ത്, ദെൻ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളില്, കഴുത്തില് ഒക്കെ ആണ് ഈ ഒരു അസുഖം വരുന്നത്, റിംഗ് വേം വരുന്നത്. അപ്പോൾ റിംഗ് വേം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫംഗൽ ഡിസീസ് ആണ്. ഫംഗസ് മൂലം വരുന്ന ഒരു അസുഖമാണ് റിംഗ് വേം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കാരണമാകുന്ന കുറെ 2-3 സ്പീഷീസ് ഫംഗസുകളുണ്ട്. എപ്പിഡെർമോഫൈറ്റൻ, ട്രൈക്കോഫൈറ്റൻ എന്നൊക്കെയാണ് അതിന്റെ പേര്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് മണ്ണിലൊക്കെ കിടന്ന് ഉള്ള സാധനമായിരിക്കും. ഇതൊക്കെ ചിലപ്പം നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു മനുഷ്യന്റെ അയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അയാളുടെ ഒരു പേഴ്സണൽ ഹൈജീൻ ഒക്കെ ഇത്തിരി കുറവുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഈ ഫംഗസ് ബോഡിയിൽ വളരുകയും അതനുസരിച്ച് ഇത് വളർന്നു വരുന്നതനുസരിച്ച് നമുക്കിങ്ങനെ ഇന്റൻസ് ഇച്ചിങ്, ചൊറിച്ചിൽ അനുഭവപ്പെടും. അങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്റൻസ് ആയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ചൊറിഞ്ഞ് പൊട്ടും, അല്ലെ? അത് സ്വാഭാവികമാണ്. അങ്ങനെ ഇത് വന്നാൽ ഇത് ഗ്രോത്ത് നടക്കുന്നതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇച്ച് ചെയ്യാനുള്ള ഫീലിംഗ് ഉണ്ടാവുകയും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇച്ച് ചെയ്തുകൊണ്ടിരിക്കുകയും പതുക്കെ അത് ഒരു പാട് പോലെ അല്ലെങ്കിൽ മുറിവ് പോലെ ഇങ്ങനെ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതൊരു റിംഗ് ആയിട്ടാ വരും. ഒരു റിംഗ് വളഞ്ഞ ഒരു വട്ടത്തിലുള്ള
ഒരു രൂപത്തിലാണ് ഇത് ഫോം ചെയ്യേണ്ട. റിങ് പോലെ വളയമാണ്, ഇതൊരു റിങ് ആണ്. ഇവിടേക്ക് ഇങ്ങനെ റിങ് പോലെയുള്ള ഒരു രൂപത്തിലായിരിക്കും ഈ ഫംഗൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് സാധാരണയായിട്ട് ആന്റി ഫംഗൽ ക്രീമുകളൊക്കെയാണ് ഇതിനു വേണ്ടി ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അതുപോലെ പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനമാണ് ഈ രോഗം വരാതിരിക്കാൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. കോസേറ്റീവ് ഏജന്റ്, ഞാൻ പറഞ്ഞു കോസേറ്റീവ് ഏജന്റ് രോഗത്തിന് കാരണമാകുന്നത് അല്ലെ. ഇവിടെ ഫംഗസുകളാണ്, മെനി ഫംഗൈ, കുറെ ഫംഗൈ ഉണ്ട് കേട്ടോ. ഫംഗസുകളാണ് ഈ രോഗം നമുക്ക് ഉണ്ടാക്കുന്നത്. ഫംഗസുകളുടെ പേരാണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ ആൻഡ് എപ്പിഡെർമോഫൈറ്റൻ. 3 പേരുകൾ പറഞ്ഞിരിക്കുന്നതാണ്. മൈക്രോസ്പോറം ഏതൊക്കെയാണ്? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്ന് പറയുന്ന ഈ ജനറയിലെ ജീനസിൽ വരുന്ന ചില ഫംഗസുകളാണ് നമുക്ക് ഈ അസുഖം ഉണ്ടാക്കുന്നത്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ റിംഗ് വോംസ് വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഇൻ മാൻ. ഇത് സാധാരണയായിട്ട് മനുഷ്യർക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു രോഗമാണ്, കണ്ടീഷനാണ് ഈ റിംഗ് വോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യം നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് ഈ റിംഗ് വോം എന്ന് പറഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ ഞാൻ ഡിസ്കസ് ചെയ്തു, പറഞ്ഞിരുന്നു നമ്മള് മണ്ണിൽ നിന്നൊക്കെ ചിലപ്പോൾ ഈ ഫംഗസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ ഈ ഫംഗസ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഹീറ്റ് ആൻഡ് മോയിസ്ചർ ഹെൽപ്പ് ദീസ് ഫംഗൈ ടു ഗ്രോ. അപ്പോൾ ഒരാള് പാടത്തിലോ പറമ്പിലോ ഒക്കെ പണിയെടുക്കുന്ന ഒരാളൊക്കെയാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അയാളുടെ ബോഡി ചിലപ്പോൾ വേർക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തണുക്കും. അപ്പോൾ മോയിസ്ചർ, നനവുണ്ടാവും, ഈർപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫംഗസ് ബോഡിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരം വേർക്കുകയൊക്കെ ചെയ്താൽ നല്ല ചൂടുണ്ടാവും അല്ലെ. അപ്പൊ ആ ചൂടുണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഈ ഫംഗസ് ആ ബാധിച്ചിരിക്കുന്ന ഭാഗത്ത് എന്ത് ചെയ്യും? ആ ഫംഗസ് വളരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇത് ബാധിച്ച ഈ ഒരു ഫംഗസ് ഒരാള് കുളിച്ചിട്ട് ശരിക്കും തോർത്തുന്നൊന്നുമില്ല, ക്ലീൻ ആക്കുന്നു, തുടയ്ക്കുന്നൊന്നുമില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫംഗസ് ബാധിച്ച സ്ഥലത്തൊക്കെ ഇങ്ങനെ നനവ് അല്ലെങ്കിൽ ഈർപ്പമൊക്കെ തട്ടിയിരിക്കുകയാണെങ്കിൽ അവൻ അവിടെ ഇരുന്ന് വളരാൻ തുടങ്ങും. സോ ഹീറ്റ് ആൻഡ് മോയിസ്ചർ ഹെൽപ്പ് ദീസ് ഫംഗൈ ടു ഗ്രോ. അപ്പൊ നല്ല ചൂടോ അല്ലെങ്കിൽ നനവോ തണുപ്പോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ ഫംഗസ് വളരെ പെട്ടെന്ന് വളരും. വിച്ച് മേക്സ് ദം ത്രൈവ് ഇൻ സ്കിൻ ഫോൾഡ് സച്ച് ആസ് ദോസ് ഇൻ ദ ഗ്രോയിങ് ഓർ ബിറ്റ്വീൻ ദ ടോസ്. അപ്പൊ സാധാരണയായിട്ട് എവിടെയായിരിക്കും കൂടുതലായിട്ടും ഇത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്? നമ്മൾ കുളിച്ചിട്ടൊക്കെ ക്ലീൻ ആക്കാത്ത അല്ലെങ്കിൽ നന്നായിട്ട് തുടയ്ക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇത് വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ നമ്മൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ, നമ്മുടെ ഗ്രോയിങ് ഭാഗങ്ങൾ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ ടോസിന്റെ, നഖത്തിന്റെ, കാലിന്റെ ഒക്കെ ഇടയിലുള്ള അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതിന്റെ ഗ്രോത്ത് നടക്കും. അപ്പോൾ വേർക്കുകയോ അല്ലെങ്കിൽ ചൂടാകുകയോ തണുക്കുകയോ നന്നായിട്ട് തോർത്തോ ഒക്കെ ചെയ്യാതെ വരുമ്പോഴത്തേക്കും ഇവൻ വളരും. ഇവൻ വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് ആ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടും. അപ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടും എന്ത് ചെയ്യും? ആ ഒരു ഇന്റൻസ് ഒരു ഇച്ചിങ്ങിന്റെ ഫീൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഭാഗം ചൊറിയും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇച്ച് ചെയ്യാനുള്ള ഒരു ഫീൽ ഉണ്ടാവും. നമ്മളത് ചൊറിയും. ചൊറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ഭാഗം എന്ത് ചെയ്യും? ചൊറിഞ്ഞത് പൊട്ടും, ബ്രേക്ക് ആവും. ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടും. അപ്പൊ അത് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഈ ഫംഗസ് നമ്മുടെ നഖത്തിന്റെ ഇടക്കൊക്കെ പറ്റിയിരിക്കും. ഇത് നമ്മൾ ക്ലീൻ ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെ. ഇത് നമ്മൾ ക്ലീൻ ആക്കാതെ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഭാഗത്ത് പോയി പിന്നെ ഒന്ന് പോയി പിടിക്കും. അപ്പൊ എന്ത് പറ്റും? ഇവിടെ വന്നിരുന്ന ഈ ഫംഗസ് ഇവിടെ എത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ബോഡി ഏതെങ്കിലും ഒരു ഭാഗത്ത്, കൈയുടെ ഭാഗത്തോ എവിടെയെങ്കിലും വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മുടെ ഇന്റൻസ് ഇച്ചിങ് മൂലം ഈ കയ്യിലെ നഖത്തിന്റെ ഇടയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ഫംഗസ് മറ്റു ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാൻ കാരണമാവും. ഓക്കെ, അപ്പം അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം അല്ലെങ്കിൽ വരുന്നതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്റൻസ് ഇച്ചിങ് ആണ്. അത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പിയറൻസ് ഓഫ് ഡ്രൈ ആൻഡ് സ്കെയിലി ലെഷൻസ് ഓൺ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വരാം. എവിടെയൊക്കെയാണ്? സച്ച് ആസ് സ്കിൻ, നെയിൽ ആൻഡ് സ്കാൽപ്പ്. തലയിൽ പോയി ഇങ്ങനെ പിടിക്കുമ്പോഴായിരിക്കും ഇവിടെ ആയിരിക്കും വരിക. സ്കാൽപ്പില് അല്ലെങ്കിൽ നെയില്, നഖത്തിനിടയിൽ അല്ലെങ്കിൽ സ്കിന്ന്, എവിടെയൊക്കെയാണ് നമ്മൾ പോയി പിടിക്കുന്നത് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നത് അവിടെയെല്ലാം ഈ ഫംഗസ് വരാൻ കാരണമാവും. അപ്പൊ അപ്പിയറൻസ് ഓഫ് ഡ്രൈ സ്കെയിലി ലെഷൻസ് ആയിരിക്കും. അപ്പിയറൻസ് ഓഫ് ഡ്രൈ സ്കെയിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ലെഷൻ ആയിട്ടാണ് കാണുന്നത്. സ്കെയിലി ലെഷൻ നമുക്കൊരു പാടായിട്ട് തന്നെ തോന്നും. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട്, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു ലെഷൻ ആയിട്ടാണ് തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. അതാണ് ഡ്രൈ ആൻഡ് സ്കെയിലി ലെഷൻ എന്ന് വിളിക്കുന്നത്. ഡ്രൈ ആൻഡ് സ്കെയിലി ലെഷൻ. ദെൻ ദീസ് ലെഷൻസ് ആർ അക്കമ്പനീഡ് ബൈ ഇന്റൻസിറ്റി. അപ്പൊ എന്ത് പറ്റും? ഈ പാടിലൊക്കെ എന്ത് പറ്റും? നമുക്ക് സ്ഥിരമായിട്ട് എപ്പോഴും നമുക്ക് ചൊറിയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇനി
നമ്മൾ പറഞ്ഞു എങ്ങനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹീറ്റ് ആൻഡ് മോയ്സ്ചർ ഹെൽപ്പ് ദീസ് ഫംഗൈ. ചൂടും തണുപ്പൊക്കെ ഉള്ള സമയത്തൊക്കെയാണ് ഈ ഫംഗസ് വളരാൻ കാരണമാവുന്നത്. റിംഗ് worms ആർ ജനറലി അക്വയർ ഫ്രം സോയിൽ ഓർ ബൈ യൂസിങ് ടവൽസ്, ക്ലോത്ത്, ഈവൻ ദ കോംബ് ഓഫ് ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ. അപ്പൊ ഇത് ഒരാൾക്ക് ബാധിച്ചു. ഇനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം എങ്ങനെയായിരിക്കും ബാധിക്കുക? നമ്മൾ കുളിച്ചിട്ട് എന്താണ് ഈ രോഗമുള്ള ഒരാൾ ഉപയോഗിക്കുന്ന കുളിച്ചിട്ട് തോർത്താൻ ഉപയോഗിക്കുന്ന തോർത്ത്, ക്ലോത്തുകൾ, നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ്. ഇപ്പൊ ഒരാളുടെ ഈ രോഗമുള്ള ഒരാളുടെ എന്താണ് തലേന്റെ ഭാഗത്തോ അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തോ ഇതുണ്ടെന്ന് വിചാരിക്കുക. അയാൾ ഡ്രസ്സ് ധരിക്കുമ്പോഴത്തേക്കും ആ ഡ്രസ്സിലേക്ക് ഈ ഫംഗസിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ലഷൻസിന്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ആ ഡ്രസ്സ് വേറൊരാള് ക്ലീൻ ആക്കാതെ ഉപയോഗിക്കാന്ന് വിചാരിക്കുക, നേരെ ആളുടെ ബോഡിയിലേക്ക് എത്തും. അതുപോലെ തന്നെ ടവൽസ് ഒക്കെ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പൊ ടവൽസ്, ക്ലോത്ത് വഴി നമ്മൾ അപ്പൊ ടവൽ ഉപയോഗിക്കുന്ന വഴി അല്ലെങ്കിൽ രോഗമുള്ള ഒരാൾ ഉപയോഗിച്ച ഡ്രസ്സ് നമ്മൾ ക്ലോത്തുകൾ നമ്മൾ വാഷ് ചെയ്യാതെ ഉപയോഗിക്കുന്നത് വഴി ഒക്കെ. അതുപോലെ തന്നെ ഒരാളുടെ സ്കാൽപ്പിലാണ് ഇത് വന്നിരിക്കുന്നതെങ്കിൽ എന്താണ് കോമ്പ് ഉപയോഗിച്ച് നമ്മൾ മുടി ചീവാൻ ഉപയോഗിക്കുന്ന കോമ്പ് ഉപയോഗിച്ച് നമ്മൾ മുടി ചീവിയാൽ തന്നെ ആ കോമ്പിന്റെ അറ്റത്തൊക്കെ ഈ ലഷൻസ് അല്ലെങ്കിൽ ഈ വേംസ് പറ്റി പിടിച്ചിരിക്കും. അത് രോഗമില്ലാത്ത ആളാണ് ഉപയോഗിക്കുന്നതാണെങ്കിൽ അയാളുടെ സ്കിന്നിലേക്കും അല്ലെങ്കിൽ സ്കാൽപ്പിലേക്കും ഒക്കെ ഇത് വരാനായിട്ട് കാരണമാവും. അപ്പൊ നമ്മൾ എന്തായിരിക്കും പ്രധാനമായിട്ട് എന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്തതാണ്. നമ്മൾ കൃത്യമായിട്ട് കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരീരഭാഗങ്ങൾ മൊത്തത്തിൽ തുടയ്ക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കാത്ത വസ്ത്രം അല്ലെങ്കിൽ അലക്കി തേച്ച വസ്ത്രം ഉപയോഗിക്കാത്തത് മൂലമോ, അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ഇന്നർ വെയർസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ചൂടത്തിട്ട് തന്നെ നമ്മൾ ഉണക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ ഈ രോഗം തടയാൻ ഉള്ള നമുക്കുള്ള മാർഗങ്ങളാണ്. ഓക്കെ, സോ നമ്മളിപ്പോ ഒന്നുകൂടെ റിംഗ് വേം നമ്മൾ പറഞ്ഞു ഫംഗൽ ഡിസീസ് ആണ്. മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൻ, എപ്പിഡെർമോഫൈറ്റൻ എന്ന് പറയുന്ന ഫംഗസിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് ഈ രോഗം പരത്തുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടോ നനവോ ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് വളരാനുള്ള സാധ്യത ഉള്ളത്. അതനുസരിച്ച് വളരുന്നതനുസരിച്ച് നമുക്ക് ഇച്ചിങ് ഉണ്ടാവും. ഇച്ചിങ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ നെയിലിലോ ഒക്കെ ഇത് പറ്റിപ്പിടിച്ചിരിക്കാം. അത് നമ്മുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് പടരാൻ അത് കാരണമാവും. രോഗമുള്ള ഒരാളിൽ നിന്നും രോഗമില്ലാത്ത ഒരാളിലേക്ക് അത് പകരുന്നത് അദ്ദേഹം രോഗമുള്ള ആൾ ഉപയോഗിച്ച ടവൽസ് ഉപയോഗിച്ച് ദേഹം തുടയ്ക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രം ധരിക്കുന്നത് വഴിയൊക്കെ ഇത് മറ്റു ആളുകളിലേക്ക് പകരാൻ കാരണമാവുന്നതാണ്. ഇനി രോഗം നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കൃത്യമായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നാൽ നമ്മൾ കൃത്യമായിട്ട് കുളിക്കുക, ശരീരഭാഗങ്ങളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ അലക്കിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇന്നർ വെയർസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അലക്കിയ വെയിലത്ത് തന്നെ ഉണക്കിയ വസ്ത്രങ്ങൾ ഇന്നേഴ്സ് ഒക്കെ നമ്മൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ഈ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ പരമാവധി ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഒപ്പം നമുക്ക് ആന്റി ഫംഗൽ ക്രീമുകളൊക്കെ ഉണ്ടാവും. ആന്റി ഫംഗൽ ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ രോഗം ഇതിന്റെ രോഗം നമുക്ക് തടയാൻ പറ്റുന്നതാണ്. ഇത്രമാണ് നമ്മൾ റിംഗ് വേമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തായിട്ട് അപ്പൊ നമ്മള് കോമൺ ഹ്യൂമൻ ഡിസീസുകളെ കുറിച്ച് പറഞ്ഞു. അതായത് സാധാരണയായിട്ട് പൊതുവെ മനുഷ്യർക്കെല്ലാം വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു, അവരുടെ കാരണങ്ങളും അങ്ങനെ പടരുന്നു എന്നൊക്കെ പഠിച്ചു. എങ്ങനെ ഈ രോഗങ്ങൾ വരാതെ നോക്കാം എന്നാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു കൺട്രോൾ ഇൻഫെക്ഷസ് ഡിസീസ്? ഇൻഫെക്ഷസ് ഡിസീസ് തടയാനുള്ള മാർഗങ്ങൾ, നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം പറയുന്നു എന്തായിരിക്കും? പേഴ്സണൽ ഹൈജീൻ ആണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പേഴ്സണൽ ഹൈജീൻ ആണ് നമ്മളോട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെ? എന്താണത് പേഴ്സണൽ ഹൈജീൻ? കീപ്പിംഗ് അവർ ബോഡി ക്ലീൻ, അല്ലെ? നമ്മുടെ ബോഡി ക്ലീൻ ആക്കുക. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോഴോ യാത്ര ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഈ സ്ഥലത്തൊക്കെ എന്തുണ്ടാവും? ഇഷ്ടംപോലെ നമുക്കറിയാവുന്നതും അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സൂക്ഷ്മ ജീവികൾ, മൈക്രോ ഓർഗാനിസം ഉണ്ടാവും. ഇവരൊക്കെ നമ്മുടെ ബോഡിയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ കാരണമാവും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എവിടെ പോയിട്ട് വന്നാലും അല്ലെങ്കിൽ പകല് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിയുമ്പോൾ, സ്കൂളിലൊക്കെ പോയിട്ട് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും കുളിച്ച് ഫ്രഷ് ആവുക. ആ കുളിച്ച് ഫ്രഷ് ആവുമ്പോൾ തന്നെ വെള്ളം ദേഹത്ത് വീഴുമ്പോഴും തുടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ജീവികളൊക്കെ ചിലപ്പോൾ ബോഡിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോവാം. കുളിക്കുക, ബോഡി ക്ലീൻ ആക്കുക, ഒപ്പം തന്നെ എന്ത് ചെയ്യണം? ശരീരം എല്ലാം തോർത്തുകൊണ്ട് തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതാണ് കീപ്പിംഗ് ദ ബോഡി ക്ലീൻ എന്ന് പറയുന്നത്. ദെൻ കൺസംഷൻ ഓഫ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, ഫുഡ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്.
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അല്ലെ. നമ്മൾ പ്രത്യേകിച്ചും കുടിക്കാൻ ഏറ്റവും നല്ലത് തിളപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. അപ്പൊ ക്ലീൻ ആയിട്ടുള്ള, അത് അല്ലെങ്കിൽ തന്നെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം, വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഒക്കെ ചാടിയതോ അല്ലെങ്കിൽ തുറന്നു വെച്ചിരിക്കുന്ന വെള്ളം ഒന്നും നമ്മൾ അടച്ചു വെച്ച അല്ലെങ്കിൽ തുറന്നു വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാതിരിക്കുക. പൂർണ്ണമായിട്ടും അടച്ചു വെച്ച വെള്ളം തന്നെ നമ്മൾ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയാണ്, എന്തായിരിക്കും, ഒരുപാട് തണുത്ത ഫുഡുകളോ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് തുറന്നു വെച്ചിരുന്ന ആഹാര സാധനങ്ങളോ നമ്മൾ കഴിക്കാതിരിക്കുക. അതാണ് ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് പച്ചക്കറിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത് കഴുകിയിരിക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മളത് ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പല സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുമ്പോൾ തുറന്നു വെച്ചിരിക്കുന്നതായിരിക്കും. ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, പ്രത്യേകിച്ച് മുന്തിരി, ആപ്പിളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത് ചെയ്യണം? വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കാവുള്ളൂ. പ്രത്യേകിച്ചും ഒരുപാട് രോഗത്തിനൊക്കെ കാരണമാവുന്ന പബ്ലിക് പ്ലേസുകളിൽ നിന്നൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും രോഗം ഉണ്ടാക്കാനൊക്കെ കാരണമാണ്. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. അടച്ചു വെച്ച ആഹാര സാധനങ്ങൾ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമ്മൾ കഴുകിയിട്ട് ഭക്ഷണം കഴുകുക. അതിന്റെ പീൽസ് ഒക്കെ ആണെങ്കിൽ അത് കളഞ്ഞിട്ട് തന്നെ കഴിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസും അങ്ങനെ തന്നെയാണ്. നമ്മൾ വാങ്ങിച്ച മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന വെജിറ്റബിൾസ് ഒക്കെ ക്ലീൻ ആയിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. അടുത്തത് പബ്ലിക് ഹൈജീൻ ആണ്. പബ്ലിക് ഹൈജീൻ എന്താണ്? ഒന്ന് പറഞ്ഞു, വ്യക്തി ശുചിത്വം. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വം, നമ്മുടെ സ്വന്തം ബോഡിയുടെ ശുചിത്വം നോക്കുക, ഹൈജീനിക് ആവുക. പബ്ലിക് ഹൈജീൻ എന്താണ്? പൊതു ശുചിത്വം. എന്നാൽ ഒരു സൊസൈറ്റിയിലേക്ക് ചെല്ലുമ്പോൾ, സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ പുറത്തൊരു ബസ്സിൽ കയറി പോകുമ്പോൾ, അങ്ങനെ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക് ഹൈജീൻ ഉദ്ദേശിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് അറിയാമോ? പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ദ വേസ്റ്റ് അല്ലെ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്നത്തെ കാലത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന വേസ്റ്റുകളാണ് അല്ലെ. വേസ്റ്റസ് എന്ന് വെച്ചാൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വീട്ടില് കുറേ ഫുഡ് ഉണ്ടാക്കുന്നു, അതൊക്കെ വേസ്റ്റ് ആക്കുന്നു, കഴിക്കുന്നില്ല, എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? പച്ചക്കറി അരിഞ്ഞു, അതിന്റെ വേസ്റ്റ്, പഴം, അതിന്റെ തൊലി, സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പബ്ലിക്കിലേക്ക് എവിടെയെങ്കിലേക്ക് വലിച്ചെറിയും. അങ്ങനെ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? അതാണ് നമ്മൾ പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റ ആണെങ്കിലും അതെ, പ്രോപ്പർ വേസ്റ്റ് ഒക്കെ ആണെങ്കിലും അതെ, പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക, പൊതു സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ റിസർവോയർ. നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ വീട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ കിണറ്റിലെയോ കുളത്തിലെയോ ഒക്കെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, കുടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ക്ലീൻ ചെയ്യുക, ഡിസ്ഇൻഫെക്റ്റന്റ് ആക്കുക. ഓക്കെ, അങ്ങനെയാണ് വാട്ടർ റിസർവോയർ. അതുപോലെ തന്നെ പൂൾസ്, സെസ്പൂള്, ടാങ്ക്, അതൊക്കെ തന്നെയാണ്. നമ്മുടെ കിണറോ വീടോ ടാങ്കോ എന്തോ ആയിക്കോട്ടെ, വാട്ടർ ബോഡി എന്തോ ആയിക്കോട്ടെ, ആ വാട്ടർ ബോഡി കൃത്യമായിട്ടുള്ള പീരിയോഡിക് ആയിട്ട് ഇത് ക്ലീൻ ചെയ്യുക. വേസ്റ്റ് ഒന്നും ചാടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെ മൂടി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ദീസ് മെഷേഴ്സ് ആർ പ്രാക്ടിക്കലി എസെൻഷ്യൽ വെർ ദ ഇൻഫെക്ഷൻസ് ഏജന്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ സച്ച് ആസ് ടൈഫോയിഡ്. നമ്മളിപ്പോ കുറച്ച് ഡിസീസുകൾ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും അതിൽ ടൈഫോയിഡ്, അമീബിയാസിസ്, അസ്കാരിയാസിസ്. ടൈഫോയിഡും അമീബിയാസിസും അസ്കാരിയാസിസ് എന്ന് പറഞ്ഞ 3 രോഗങ്ങൾ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? ബൈ കൺസ്യൂമിങ് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് അല്ലെ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമോ ഫുഡോ ഒക്കെ കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ രോഗങ്ങൾ നമുക്ക് വരിക. അപ്പൊ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഈ പേഴ്സണൽ ഹൈജീനും പബ്ലിക് ഹൈജീനും ശ്രദ്ധിക്കുക. അത്രയുമാണ് പറയുന്നത്. ഇനി അടുത്ത ഡിസീസുകൾ നമ്മൾ ന്യൂമോണിയ, കോമൺ കോൾഡ്. ന്യൂമോണിയ നമ്മൾ പറഞ്ഞതാണ്, കോമൺ കോൾഡ്, ജലദോഷമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? എന്തായിരിക്കും? രോഗമുള്ള ആളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ന്യൂമോണിയയും ഇതൊക്കെ ജലദോഷമൊക്കെ വരുമ്പോഴത്തേക്കും എയർ ബോൺ ഡിസീസുകളാണ് അല്ലെ. അപ്പൊ രോഗമുള്ള ആളിൽ നിന്ന് നമ്മൾ കോണ്ടാക്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗമുള്ള ആളുകൾ എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് രോഗം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാസ്ക് ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. then എന്ത് ചെയ്യുന്നു? ക്ലോസ് കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ദെയർ ബിലോങ്ങിങ്സ് ഷുഡ് ബി അവോയ്ഡ്. രോഗമുള്ള ആളുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നോ ബിലോങ്ങിങ്സ് ഉപയോഗിക്കുന്നോ അവരുമായിട്ടുള്ള കോണ്ടാക്ട് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. മാസ്ക് ഒക്കെ ധരിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ചെറിയ ചുമയോ പനിയോ ഒക്കെ എന്ത് വന്നാലും നമ്മൾ മാസ്ക് ധരിച്ച് പോവുക.
ദെൻ അടുത്തത് മലേറിയ ഫൈലേറിയാസിസ്. അടുത്ത രണ്ട് ഡിസീസുകളാണ് മലേറിയ ഫൈലേറിയാസിസ്. എന്താണ് ആ ഡിസീസുകളുടെ പ്രത്യേകത? ദേ ആർ ഇൻസെക്ട് ബോൺ ഡിസീസ് അല്ലെ, അതായത് ഇൻസെക്റ്റുകളിലൂടെ അല്ലെങ്കിൽ വെക്ടർ ബോൺ ഡിസീസുകളാണ്. അപ്പൊ അത് കുറയ്ക്കാൻ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? കൊതുക് പോലെ, ഇപ്പൊ നമുക്കറിയാം മലേറിയ ആണെങ്കിലും ഫൈലേറിയാസിസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു കൊതുക് അടിയിലൂടെയാണ് ഈ രോഗം വരുന്നത് അല്ലെ. അപ്പൊ കൊതുകിനെ വളരാൻ നമ്മുടെ വീടിനും ചുറ്റുവട്ടത്തൊക്കെ എന്താണ് കൊതുക് വളരാനുള്ള സാഹചര്യം എന്താണ് ഇല്ലാതാക്കുക അല്ലെ. അതുപോലെ തന്നെ കൊതുക് ബൈറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവാകാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയായിരിക്കും? അവോയ്ഡിങ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ അല്ലെ. നമ്മുടെ വീടിന്റെ കുളത്തിലും നമുക്ക് ആവശ്യമില്ലാത്ത മഴക്കാലമൊക്കെ ആയിക്കുമ്പോഴത്തേക്കും കുഴിക്കാത്തൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കൂലേ. അപ്പൊ എന്ത് വെച്ചു? അങ്ങനെയുള്ള സ്റ്റാഗ്നന്റ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുക. എവിടേക്കാ? അറൌണ്ട് റെസിഡൻഷ്യൽ ഏരിയ, റെഗുലർ ക്ലീനിങ്, ഹൗസ് ഹോൾഡ് കൂളേഴ്സ് അല്ലെ. എന്തൊക്കെയാ ചെയ്യും? നമ്മുടെ വീടിന്റെ അടുത്തും അല്ലെങ്കിൽ ജോലി സ്ഥലത്തിന്റെ അടുത്തും ഒക്കെ ഇതുപോലെയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ് യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റ്. നമ്മുടെ വീട്ടിലേക്ക് കിടക്കുന്ന നമ്മുടെ ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ അല്ലെങ്കിൽ വീടിന്റെ ജനലൊക്കെ ആണെങ്കിൽ മൊസ്കിറ്റോ നെറ്റുകളൊക്കെ ഉണ്ടാവും. മൊസ്കിറ്റോ നെറ്റ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റൊരു മാർഗ്ഗമാണ് നമ്മളിപ്പോ വീട്ടിൽ നമുക്ക് മീൻ കുളമോ അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ എന്തെങ്കിലും കുളമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസിങ് ഫിഷസ് ലൈക്ക് ഗാംബൂസിയ എന്ന് പറഞ്ഞൊരു മീനാണ്. മൊസ്കിറ്റോയുടെ ലാർവ ഭക്ഷിക്കുന്ന മീനാണ്. കുളത്തിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗാംബൂസിയ പോലുള്ള മീനുകളെ നമുക്ക് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊസ്കിറ്റോയുടെ ലാർവയൊക്കെ അവന്മാര് ഫീഡ് ചെയ്തോളും. മൊസ്കിറ്റോ പടരിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഗാംബൂസി ഇൻ പോണ്ട് ആൻഡ് ഫീഡ് ഓൺ മൊസ്കിറ്റോ ലാർവ. എന്ത് ചെയ്യും? അവൻ ഗാംബൂസിയ എന്ന് പറഞ്ഞ മീൻ എന്ത് ചെയ്യുന്നു? അവൻ മൊസ്കിറ്റോ ലാർവ ഫീഡ് ചെയ്യും. അത് ഉപയോഗിച്ച് നമുക്ക് രോഗം ഒരു പരിധിവരെ ഒഴിവാക്കാം. പിന്നെ എന്താണ് ഇൻസെക്ടിസൈഡ് ഇൻഡിച്ചസ്. കുഴിയൊക്കെ കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻസെക്ടിസൈഡുകൾ എന്താണ്? ഇൻസെക്ടിസൈഡ് എന്താണ്? ടു കിൽ ദ ഇൻസെക്ട് അല്ലെ. ഇങ്ങനെയുള്ള ചില ഇൻസെക്ടുകളെ കൊന്നുകളയാൻ വേണ്ടിയിട്ടുള്ള ഇൻസെക്ടിസൈഡുകൾ ഉപയോഗിക്കാം. എവിടേക്കാണ്? ഡ്രെയിനേജ് ഏരിയ, സ്വാമ്പ്, ചതുപ്പ് നിലയങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻസെക്ടിസൈഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട് സുരക്ഷിതമാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഡോർ ആൻഡ് വിൻഡോ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് വയർ മെഷ് ടു പ്രിവെന്റ് എൻട്രി ഓഫ് മൊസ്കിറ്റോ അല്ലെ. വേണമെങ്കിൽ നമുക്ക് മൊസ്കിറ്റോ നെറ്റുകളോ അല്ലെങ്കിൽ ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വയർ മെഷുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് എന്താണ് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞു? ഹൗ ടു അവോയ്ഡ് ഇൻഫെക്ഷസ് ഡിസീസ്. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്ന പഠിക്കാൻ നമുക്കുള്ള ടൈഫോയിഡ്, കോമൺ കോൾഡ്, ന്യൂമോണിയ, അസ്കാരിയാസിസ്, അമീബിയാസിസ്, മലേറിയ, അതുപോലെ റിംഗ് വേം, ഫൈലേറിയാസിസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളെ കുറിച്ച് അതിന്റെ കാരണം എന്തൊക്കെയാണ്, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമുക്കതെങ്ങനെ വരാതെ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ ഹൗ ടു കൺട്രോൾ ദ ഇൻഫെക്ഷസ് ഡിസീസ്, എങ്ങനെ നമ്മൾ രോഗമില്ലാത്ത അവസ്ഥ കൺട്രോൾ ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്തരമാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.